ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, ഭൂമി തന്നെയും ദൈവത്തിൻ്റെ കരവിരുതാണ്. അതുകൊണ്ട് പരിശുദ്ധമാണ്, അതുകൊണ്ട് നിർമ്മലമാണ്. പിന്നെ എവിടെയാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്? ഈ പ്രപഞ്ചത്തെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. പാപത്തിൻ്റെ പിറവി തെറ്റായ ഉപയോഗത്തിൽ നിന്നാണ്. ഭൂമിയിലുള്ളതൊന്നും അശുദ്ധമല്ല. ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിളിക്കരുതെന്ന് ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് പത്രോസിനെ കൊർണേലിയൂസിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടതെന്ന് അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ നാം വായിക്കുന്നുണ്ട്. കൊർണേലിയൂസിൻ്റെ ഭവനത്തിൽ ചെന്ന് പത്രോസ് ആദ്യത്തെ വിജാതീയരെ സഭയിൽ അംഗമായി ചേർത്തു. നമ്മൾ പതിവ് പറഞ്ഞു പഠിക്കുന്ന പാഠത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പൗലോസ് അല്ല വിജാതിയുടെ അപ്പോസ്തലൻ, അത് പിന്നീടാണ് വിജാതിയുടെ അപ്പോസ്തലനായിട്ട് ആദ്യം മാറിയത് പത്രോസ് തന്നെയാണ്. അതിനെപ്പറ്റി വാദപ്രതിവാദങ്ങളുണ്ടായി, കോലാഹലങ്ങളുണ്ടായിരുന്നു. പത്രോസിന് പിന്നീട് ജെറൂസലേമിൽ ആദ്യത്തെ അപ്പോസ്തലന്മാരുടെ സൂനദോസ് വിളിച്ചു കൂട്ടേണ്ടതായി വന്നു. അവിടെ അതിന് തെളിവ് നിരത്തി. മുഖംനോട്ടമില്ലാത്ത ദൈവത്തിൻ്റെ ഇച്ഛയെ നാം തടുക്കരുത്, വിലങ്ങ് തടിയാകരുതെന്ന് പറഞ്ഞുകൊണ്ട് വിജാതീയരും ഈ രക്ഷയിൽ പങ്കാരാവുന്നെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ഭക്ഷണവും ശുദ്ധിയുള്ളതായി പ്രഖ്യാപിക്കുന്ന സഭയുടെ എല്ലാ ദേശങ്ങൾക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, എല്ലാ ഭാഷകൾക്കുമായിട്ടുള്ള സുവിശേഷത്തിൻ്റെ നിയോഗത്തെ പ്രഖ്യാപിച്ച സംഭവമെല്ലാം വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ശുദ്ധമാണ്. എല്ലാം ശുദ്ധമാകുന്നിടത്ത് ഉപയോഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഉപയോഗത്തിനാണ് നമുക്ക് നിയന്ത്രണമുള്ളതും. നമുക്കൊരു നല്ല വണ്ടി കിട്ടിയെന്നാൽ അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന മെഷീനായിരുന്നാലും നല്ല വണ്ടി നാം പാലത്തിനെതിരെ കുറിച്ചാലും അതുമായി പുഴയിലേക്ക് ചാടിയാലും ഒന്നും ജീവൻ സുരക്ഷിതമാവുകയില്ല. എത്ര നല്ല സാധനം കൊണ്ടും നമുക്ക് എത്രയോ തിന്മ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉപയോഗം, അതിനെപ്പറ്റി അവബോധം വേണം. സൃഷ്ടിയിൽ ദൈവം ചേർത്ത് വെച്ച പ്രമാണം അതാണ്. 2 നല്ല വൃക്ഷങ്ങളുടെ പറുദീസയിൽ ആസ്വദിക്കാവുന്ന രുചിയുള്ള, കണ്ണുകളെ മനോഹാരിത പകരുന്ന ഫലങ്ങൾ കൊണ്ട് നിറയുന്ന പൂന്തോട്ടം എല്ലാം നിനക്ക് ഭക്ഷിക്കാം, പക്ഷെ ഒന്നിൽ കൈവെക്കരുത്. അത് നന്മതിന്മയുടെ വൃക്ഷമാണ്. നന്മതിന്മയുടെ വൃക്ഷത്തിൽ നീ കൈവച്ചാൽ അമൃതം ചുരത്തുന്ന മറ്റൊരു വൃക്ഷം അവിടെയുണ്ട്, ജീവൻ്റെ വൃക്ഷമുണ്ട്. ആ വൃക്ഷവുമായിട്ടുള്ള നിൻ്റെ ബന്ധവും മറ്റുപോകും. അങ്ങനെ പറുദീസയുടെ നടുവിൽ മനോഹരമായ 2 വൃക്ഷത്തെ സ്ഥാപിച്ചുകൊണ്ട്, നന്മതിന്മയുടെ വൃക്ഷവും അമരത്വത്തിൻ്റെ, മനുഷ്യൻ മരിക്കാതിരിക്കുന്നതിൻ്റെ ഫലം നൽകുന്ന ജീവൻ്റെ വൃക്ഷവും. ഇതിൽ നീ കൈവെക്കരുത്, ഇത് ഭക്ഷിക്കരുത്. മറ്റെല്ലാം നിനക്ക് ഭക്ഷിക്കാം, ഇത് നീ ഭക്ഷിക്കരുത്. നന്മതിന്മയുടെ മേൽ നിനക്ക് അധികാരമില്ല, അനുസരണമാണുള്ളത്. എന്തുകൊണ്ട് മനുഷ്യർക്ക് ഈ നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചുകൂടാ? എല്ലാം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഉള്ളിലേക്ക്, അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവികമായ ശ്വാസം നിക്ഷേപിച്ചിരിക്കുന്നു. കൽപ്പനകൾ നിന്നെ അടിമയാക്കുന്നതല്ല, നിൻ്റെ ഔന്നത്യത്തിൻ്റെ അടയാളമാണ്. നീ ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് കൽപ്പനകൾ നിനക്ക് ദാനമായും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന സത്യമായും തങ്കത്തേക്കാൾ മാധുര്യമുള്ള, തങ്കത്തേക്കാൾ വിലയുള്ളതായും തേൻകട്ടിയേക്കാൾ മാധുര്യമുള്ളതുമായിട്ട് ദൈവകൽപ്പനകൾ നൽകപ്പെടുന്നത്. ദൈവകൽപ്പനകളുടെ കീഴിൽ നിന്നുള്ള പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ഉപയോഗം, അതാണ് മനുഷ്യന് ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നത്. ദൈവകൽപ്പനകളുടെ നിരാശത്തോടുകൂടിയുള്ള ഉപയോഗം, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അവനിലുള്ള ദൈവിക അംശത്തെ വറ്റിച്ചു കളയും. വളരെ അടിസ്ഥാനമാവുന്ന ഈ സത്യമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഇവിടെയാണ് എന്താണ് ദൈവവചനം. കർത്താവ്, അങ്ങയുടെ വചനങ്ങൾ എൻ്റെ വഴികൾക്ക് വിളക്കാണ്. വഴികളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, വചനത്തിൻ്റെ പ്രകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാം വിശുദ്ധരായും പൗത്രീകരിക്കപ്പെട്ടവരായും ദൈവകൃപയുടെ അവകാശികളായും ദൈവവചനത്തിൻ്റെ തന്നെ ഉടലും മാംസവുമായിട്ട്, വചനത്തിൻ്റെ ശരീരികളായിട്ട് നാം രൂപാന്തരപ്പെടുന്നു എന്ന കൃപയുടെ ഒരു നിയോഗം അത് പേറുന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും.
നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ വചനത്തിൻ്റെ പ്രകാശത്തിലൂടെ പോകുമ്പോൾ അശുദ്ധമാക്കുന്ന ദുരൂപം വരുന്ന നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ആസക്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വിശുദ്ധ ഗ്രന്ഥം ക്ഷണിക്കുന്നത്. പുറത്തല്ല തിന്മ സ്വൈരവിഹാരം ചെയ്യുന്ന തിന്മയുടെ കോവിലോ കൊട്ടാരങ്ങളോ ആയിട്ട് നമ്മുടെ മനസ്സുകൾ മാറിയിട്ടുണ്ടോ എന്നത് നമുക്ക് നല്ലവണ്ണം പരിശോധിക്കാൻ കിട്ടുന്ന സുദിനങ്ങളാണിവ. കായനോട് ഓർമ്മിപ്പിച്ചതുപോലെ പാപം പടിവാതിക്കൽ പതിയിരിക്കുകയാണ്. അവസരം കിട്ടിയാൽ നിന്നെ കീഴ്പ്പെടുത്തും. നാം പൊടിയാണ്. പൊടിയുടെ എല്ലാ പ്രവണതകളും നമ്മിലുണ്ട്. ഈ പൊടിയെ ദൈവികമായ നിശ്വാസം, പരിശുദ്ധാത്മാവുന്ന ആ പ്രകാശമാണ് ദൈവഛായയിലുള്ള മനുഷ്യനായിട്ട് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ കുരിശ് പർദീസായിലെ ജീവൻ്റെ വൃക്ഷമായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുന്നു.